ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമാ സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതായത് തന്നെ കാണിക്കുന്നത് നമ്മുടെ നാരായണ നമ്പൂതിരി മറ്റേ ജീവൻ്റെ അമ്മയുടെ കാറിൽ വന്ന് രണ്ടുപേരും ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. യശോദമ്മ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് യശോദമ്മ നാരായണ നമ്പൂതിരിയോട് ചോദിക്കുന്നുണ്ട്, എന്തായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, താൻ അകത്തേക്ക് പറയാമെന്നിങ്ങനെ പറഞ്ഞ് ജീവൻ്റെ അമ്മയും നാരായണ നമ്പൂതിരിയും യശോദമ്മയും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. സോഫയിലായിട്ട് മുത്തശ്ശി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായിടാ ദേവാന്നിങ്ങനെ മുത്തശ്ശി നാരായണ നമ്പൂതിരിയോട് ചോദിക്കുമ്പോൾ നാരായണ നമ്പൂതിരി പറയുന്നുണ്ട്, എന്താവാൻ, അത് ജീവൻ്റെ അമ്മ തന്നെ പറയുമെന്നിങ്ങനെ പറയുമ്പോൾ ജീവൻ്റെ അമ്മ പറയുന്നുണ്ട്, മക്കളുടെ ജാതകത്തിൽ വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ജാതകത്തിലൊന്നും കുഴപ്പമില്ല, രണ്ടുപേരുടെ നാളും തമ്മിൽ ചേർച്ച തന്നെ. പക്ഷേ എന്താന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ജീവൻ്റെ അമ്മ പറയുന്നുണ്ട്, ജ്യോത്സ്യൻ പറഞ്ഞത് ഇനി 14 മാസം കഴിഞ്ഞിട്ട് ഒരു മുഹൂർത്തമുള്ളൂന്നാ എന്നിങ്ങനെ പറയുമ്പോൾ യശോദമ്മയ്ക്ക് 14 മാസം കഴിഞ്ഞിട്ട് ഇനി അതല്ലെങ്കിൽ വേറൊരു മുഹൂർത്തം കൂടിയുണ്ട്, അത് നാളെ രാവിലെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ചാൽ യശോദമ്മയും മുത്തശ്ശിയും ഇങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട്. നാളെയോ അല്ല, യശോദമ്മ നീട്ടി നിൽക്കുന്നുണ്ട്, നാളെയോ നാളെ. അതേ ഇപ്പോൾ ഉള്ളൊരു മാർഗ്ഗം, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ അവിടെ വെച്ചൊരു തീരുമാനം പറഞ്ഞില്ല, നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് കരുതുന്നു ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ആലോചിക്കാനാ, നാളെയെങ്കിൽ നാളെ തന്നെ അങ്ങ് നടത്താം. എന്തായാലും നമ്മൾ അത്ര ആർഭാടമായൊന്നും നടത്തുന്നില്ലല്ലോ, ജീവൻ്റെ അമ്മയോ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, നാളെ തന്നെ അങ്ങ് നടത്താമെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, നാളെ തന്നെയോ, എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ മോളല്ലേ അമ്മേ, അല്ല നമ്മുടെ കുട്ടിയല്ല അവൾ, നമുക്കും ചില പ്രതീക്ഷകളൊക്കെ കാണില്ല അവളുടെ വിവാഹത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ, എൻ്റെ ദേവ, ഒരു ചടങ്ങാണോ നിനക്കിപ്പോൾ പ്രധാനം, അതോ അവളുടെ വിലപ്പെട്ട ജീവിതമാണോ, ഏതാണ് നിനക്ക് പ്രധാനം, ജീവിതം തന്നെയല്ലേ അവളുടെ. അപ്പോൾ ഇത് നടന്നേ പറ്റും, നാളെയെങ്കിൽ നാളെ. പ്രധാനപ്പെട്ട ബന്ധുക്കളോ, നമ്മുടെ ചില കുടുംബക്കാരെയും വിളിച്ച് പറയാം, അത് തന്നെ അവരോടൊക്കെ പറയാം, ഇത്രയും സാഹചര്യം ഇതായതുകൊണ്ടാണെന്നൊക്കെ പറയാം. എന്തായാലും നാളെ തന്നെ നമുക്കിതങ്ങ് നടത്താമെന്നിങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഇത് ഇങ്ങനെ ഇതാക്കുമ്പോൾ രാധിക ഇതൊക്കെ കേൾക്കുന്നുണ്ട്. രാധിക ആകെ ഇതായിട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, അല്ലച്ച ഇത്രയും പെട്ടെന്ന് നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ കാരണന്മാരുണ്ട് തീരുമാനിക്കാൻ, നിന്നോടാരും ഒന്നും ചോദിച്ചില്ല, പോ അവിടെ നിന്ന് പറയുമ്പോൾ ജീവൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൾക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ല, അവൾ പറയട്ടെ, അവൾ എന്ത് പറയാൻ, ഇനൊന്നും പറയാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പറയുന്നുണ്ട്, അല്ലച്ച എത്രയും പെട്ടെന്ന് വേണോ. അപ്പോൾ യശോദമ്മ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് തന്നെ, അത് പിന്നെ ഞങ്ങളൊക്കെ പെട്ടെന്ന് അർത്ഥം മുറിച്ച് പോകുന്നതിന് ടെൻഷൻ, നാളെ തന്നെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞവർ തീരുമാനത്തിലെത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ രാധിക പൂജാമുറിയിൽ പോയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്കിങ്ങനെ ഒരു ഗതി, എൻ്റെ കാര്യത്തിൽ ഈ ഒരു താലി വീണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജീവൻ്റെ അമ്മ ശരിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ നാളെ തന്നെ നടത്താമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ട് നാരായണ നമ്പൂതിരി പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ കണിമംഗലങ്ങാരോടൊക്കെ എങ്ങനെയാണ് പറയുന്നത്, നമുക്ക് അവരോട് വിളിച്ച് പറയാം. എന്തായാലും പരമേശ്വരനും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു യാത്രയിലല്ലേ, മറ്റൊരു ടൂറും പോയിരിക്കുകയാണ്, എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൽപ്പനയാണ്. കൽപ്പനയും സൂര്യ കൂട്ടിയിട്ടുള്ള ഭാഗമാണ് കാണിക്കുന്നത്. കൽപ്പന ഇങ്ങനെ സൂര്യക്ക് ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. ഇത് സമയത്ത് തന്നെ മുത്തശ്ശിയും രുക്മിണിയും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സ്നേഹത്തോടു കൂടി കൽപ്പന ഇങ്ങനെ സൂര്യക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഇതായിട്ട് കൽപ്പനയ്ക്കും മുത്തശ്ശിക്കും പത്മിനിക്കും മുത്തശ്ശിക്കും നല്ല സന്തോഷമാകുന്നുണ്ട്. അവരിങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. സൂര്യക്കും ഇതുകൊണ്ട് നല്ല സന്തോഷത്തോടെയാണ് സൂര്യൻ കഴിക്കുന്നത്. അങ്ങനെ കൽപ്പന ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, സൂര്യ കുറച്ചും കൂടിയല്ലേ കഴിക്കുന്നതിന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ വേറെ നിറഞ്ഞു, നിൻ്റെ ഈ സ്നേഹമെന്നും ഉണ്ടായാൽ മതിയെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മുത്തശ്ശിയും പത്മിനിയും കൂടി അങ്ങോട്ട് കയറുന്നുണ്ട്. മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ചിക്കുമ്പോൾ കഴിക്കാണമ്മേ, എന്തായാലും എനിക്കിന് മതി, എൻ്റെ വയറ് നിറഞ്ഞു, ഞാനിപ്പോൾ ഏറ്റവും സന്തോഷം, മുത്തശ്ശി നമുക്ക് കുറച്ച് നേരം നടക്കാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മുത്തശ്ശിയും പത്മിനിയും അവിടുന്ന് പോയിട്ട് പിന്നെ റൂമിൽ ചെന്നിട്ട് പത്മിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായ അമ്മേ, എൻ്റെ മോൻ്റെ മുഖത്ത് ഞാൻ ഇപ്പോഴാണ് ഒരു ചിരി കണ്ടത്, അവൻ എത്ര സന്തോഷത്തോടെയാണെന്ന് അത് കഴിക്കുന്നത്, ഞാനും കണ്ടു മോളെ, എനിക്കും ഭയങ്കര സന്തോഷമായി പത്മിനി, ഇതൊന്നും കാണാനേ ഏട്ടനില്ലല്ലോ, ഏട്ടനിങ്ങനെ യാത്രയിലായിപ്പോയില്ല, അല്ലെങ്കിൽ ഏട്ടനും സൂര്യയുടെ സന്തോഷം കണ്ട് സൂര്യയുടെ സന്തോഷം പങ്കിടാമായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനൊരു യാത്രയിലല്ലേ, എന്തായാലും ഇവിടെ നമ്മൾ അവൻ്റെ അടുത്തോട്ട് തന്നെയല്ലേ പോകുന്നത്, അവനെവിടെയും പോകുന്നില്ലല്ലോ, ആ സമയത്ത് നമുക്ക് അവരോട് പറയാം, നീ പേടിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായി അമ്മേ, എൻ്റെ മോൻ്റെ
എൻ്റെ മകൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി ഇട്ടിട്ട് കുറേ നാളിന് ശേഷമാണ് ഞാൻ അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി കണ്ടത്. ആ കൽപ്പനയുടെ ഇതില്ലേ എത്ര വാസ്തവമാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് നാളും കൂടി ഉണ്ടാവും, നമുക്ക് പ്രാർത്ഥിക്കാം, അതന്നെയല്ലേ ഒരു വഴി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നാരായണ നമ്പൂതിരിയാണ്. നാരായണ നമ്പൂതിരി ഇങ്ങനെ വരുണിന് ഫോൺ ചെയ്യുന്നുണ്ട്. വരുൺ പുറത്തായതുകൊണ്ട് പ്രിയങ്കയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ചേച്ചി ആയിരിക്കും, എന്തായാലും എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയുമ്പോൾ നാരായണ നമ്പൂതിരിയാണ്. മോളെ ഞാൻ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ വിളിച്ചത്, ഒരു വിശേഷ കാര്യമുണ്ട്. എന്താ വിശേഷ കാര്യം എന്നോട് പറ അങ്ങനെ പറയുമ്പോൾ നാരായണ നമ്പൂതിരി പറയുന്നുണ്ട് രാധികയുടെ കല്യാണമായി. അപ്പം പ്രിയങ്ക ഇങ്ങനെ ആകെ ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ്. അപ്പം നാരായണ നമ്പൂതിരി പറയുന്നുണ്ട് നാളെയോ ഇത്ര പെട്ടെന്നോന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട്. ജീവൻ പെണ്ണ് കാണാൻ വന്നതും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുഹൂർത്തത്തിൻ്റെ എല്ലാതും പ്രിയങ്കയോട് നാരായണ നമ്പൂതിരി ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ആകെ ഒരു സന്തോഷം നിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കിപ്പോൾ തീരെ വരാൻ പറ്റില്ല, ഞങ്ങളുടെ ടൂറിന് വന്നിരിക്കുക. ഇപ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ടാൽ പോലും നാളെ മുഹൂർത്തത്തിന് മുമ്പ് എത്താൻ പറ്റുമെന്ന് വളരെ സംശയമാണ്. പിന്നെ ഏട്ടൻ്റെ ഒരു ജ്യോത്സ്യനെയും കൂടി അന്വേഷിച്ചിട്ടാണ്, ജ്യോത്സ്യനല്ല ഒരു വൈദ്യരെയും കൂടി അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം കുറേ സ്ഥലത്ത് യാത്ര ചെയ്യുന്നത്. 6 വർഷത്തോളം പേയ്മെൻ്റ് എടുത്തിട്ട് ഇപ്പോഴാണ് ഒന്ന് കിട്ടിയത്. അതുകൊണ്ട് വരാൻ പറ്റുമോയെന്ന് അറിയില്ല. പിന്നെ അച്ഛനത് വരുണിനോടും ആരോടും ഇപ്പോൾ പറയണ്ട, കാരണം അവരറിഞ്ഞാൽ അവർക്കത് ഭയങ്കര സങ്കടമാണെന്ന് വെച്ചാൽ മറ്റേ സൂര്യേട്ടൻ്റെ കുറേ നാൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് പോരേണ്ടി വന്നാൽ കൂടി അവർക്കത് ഭയങ്കര ഇതായിരിക്കും. വീൽചെയറിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നിങ്ങനെ പറയുമ്പോൾ നാരായണ നമ്പൂതിരി അയ്യോ അത് ഭയങ്കര കഷ്ടമല്ലേ എൻ്റെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എങ്കിൽ ഞങ്ങൾ മാക്സിമം എത്താൻ ശ്രമിക്കാം, എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക മനസ്സിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ആരോടും പറയണ്ട, പ്രത്യേകിച്ച് വരുണിനോട്. എന്തായാലും കുറച്ച് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി നിങ്ങൾ പ്രിയങ്ക പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മറ്റേ പ്രിയങ്കയും വരുണും കൂടി പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുന്നിൻ്റെ മുകളിൽ ആ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 10-15 ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ രണ്ടുപേരും അപ്പുറത്തോട്ട് മുഖം തിരിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തിൽ മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം കൽപ്പനയും ഉർവശിയും ഗൗതമും പിന്നെ സൂര്യയും ബൈജുവും മുത്തശ്ശിയും പത്മിനിയും മേമൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരെവിടെ നിൽക്കുമ്പോൾ കുറച്ച് ഒറ്റതായിട്ട് തന്നെ പ്രിയങ്കയും വരുണുമുണ്ട്. അപ്പോൾ അവരത് കണ്ടിട്ട് അപ്പോൾ അവരെല്ലാവരും മുത്തശ്ശിയും കൽപ്പനയും അവരൊക്കെ വരുണിനെയും പ്രിയങ്കയും കണ്ടു. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് അതേ മുത്തശ്ശിയുടെ പ്രണയ ജോഡികൾ അവിടെ നിൽക്കുന്നു, മല്ലടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിങ്ങനെ പറയും. മുത്തശ്ശി ഒന്നും പെണ്ണായിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കുറേ ദൂരെ നിൽക്കുന്നതുകൊണ്ട് തല്ലുവിടുന്ന പോലെ തോന്നില്ല, അതുകൊണ്ടാണ് കൽപ്പന അങ്ങനെ പറഞ്ഞത്. ഇനി കണ്ടോ നേരിട്ട് കണ്ടോ അവരുടെ തല്ലുന്നിങ്ങനെ പുറമെ ഇങ്ങനെ പുഞ്ചിരി വലിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും തല്ലൂടല്ല. പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും തീരുമാനം ചോദിക്കുമ്പോൾ എന്ത് തീരുമാനം, പണത്തിൻ്റെ കാര്യമാണെങ്കിൽ തരും, എപ്പോൾ തരും, എനിക്ക് ഓൺ സ്പോട്ട് കിട്ടണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചാടും. ഭീഷണിയാണോ, അല്ല പേടിപ്പിക്കുകയാണോ, പേടിപ്പിക്കുകയല്ല, എൻ്റെ ഭാഷ വരുൺ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരണം എന്നങ്ങനെ പറയുമ്പോൾ വരുൺ ഒരു കൂസലുമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും വരുണിൻ്റെ ജീവിതം തകരും, കാരണം ഭാര്യയെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന കേസിൽ വരുണും കത്താകും. എന്തായാലും ഞാൻ പറഞ്ഞത് ചെയ്യും, അതെന്തായാലും ഉറപ്പാണ്, ഞാനിപ്പോൾ ഇവിടെ നിർത്തി ചാടും എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്നാൽ കാണിക്കുന്നതിൻ്റെ ധൈര്യം കാണിക്ക് പ്രിയങ്ക എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ വരുൺ കുറച്ച് നേരം നിൽക്കുന്നു, എന്നാലും അവിടെ ചാടാനായി തന്നെ പുറപ്പെട്ട് ഓടുമ്പോൾ വരുൺ പേടിയായിട്ട് വരുന്നു. പ്രിയങ്ക എന്ന് വിളിച്ചിട്ട് അവൾ പിന്നാലെ ഓടുന്നുണ്ട്. കൽപ്പന ഇവരൊക്കെ ശ്രദ്ധിച്ചാണ് നോക്കുന്നുണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ രീതിയിൽ. അപ്പോൾ വരുണിൻ്റെ പിന്നാലെ പ്രിയങ്കയുടെ പിന്നാലെ തന്നെ വരുൺ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വരുൺ പ്രിയങ്കയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താ കാണിക്കാൻ പോകുന്നത്, താൻ എന്താ കാണിക്കുന്നത്, ഞാൻ തൻ്റെ ജീവിതവും തകർക്കും, ഞാനും ഇവിടുന്ന് ചാടും, അതൊക്കെ താൻ പറഞ്ഞ പൈസ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വരുൺ ഇങ്ങനെ പ്രിയങ്കയെ തടയുന്നുണ്ട്. എന്നിട്ടും അവൾ ഇങ്ങനെ ചാടാൻ പോകുമ്പോൾ ഇങ്ങനെ വരുൺ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അവളിങ്ങനെ നിർത്തുന്നുണ്ട്, ഇങ്ങനെ കെട്ടിപ്പിടിച്ച പോലെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ അവൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ തരം പണം കിട്ടണം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മുത്തശ്ശി അവരൊക്കെ കാണുന്നത്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിനോട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്
തൻ്റെ ഫാമിലി ഒന്നടങ്കം വന്നിട്ടുണ്ട്. നമ്മൾ ഹണിമൂണിന് പോയിട്ട് എന്ത് ചെയ്യണം നോക്കാൻ വരിക. ഇപ്പം എന്താണ് പ്ലേറ്റ് മാറ്റാം, അല്ല ഇവിടെ ഞാനെന്തായാലും തകർക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരൻ പറയുന്നുണ്ട് പ്ലീസ് തകർക്കട്ടെ, ഞാൻ എന്തെങ്കിലും തരാം, പൈസ തരാം, വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ വെയിറ്റ് ചെയ്യണ്ട, പൈസ ഇല്ലാണ്ടല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അച്ഛൻ്റെ കാര്യം കഴിയാൻ എന്തായാലും പൈസ തരാം എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ശരി, ഇതിനിപ്പോൾ എനിക്ക് എന്ത് തരും, എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞതിനേക്കാളും 5 ലക്ഷം രൂപ എക്സ്ട്രാ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ശരി തരാം, വാക്കാണ് വാക്കെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് കയ്യിൽ. എന്നിട്ടിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ വെറുതെ റൊമാൻസ് പോലെ അഭിനയിച്ചിട്ട് പ്രിയങ്ക അങ്ങോട്ട് വരുമ്പോൾ പ്രിയങ്ക നിൽക്കെന്ന് പറഞ്ഞ് വരണേ ഇങ്ങനെ പ്രിയങ്ക അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടിടുന്നു. പ്രിയങ്ക ഇപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ റൊമാൻസ് കാണിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശിക്കും ബൊക്കുമിനെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കുട്ടികളെ റൊമാൻസ് നോക്കാം അങ്ങനെ പറയുമ്പോൾ കൽപ്പനയും ഗൗതമും ഉർവശിയും ഇങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട്. സൂര്യക്കും ബൈജുവിനും മുത്തശ്ശിക്കും ഉൾപ്പെടെ ബൊക്കുമിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ കൽപ്പന എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് അവിടെ തലക്ക് തലവിടുന്ന് പോയെന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതിൽ പിന്നെ വരണം പ്രിയങ്ക ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ ഒരു പാട്ടിലാണ് ഷാമാണ് സീരിയലിലെ പുതിയൊരു റിവ്യൂയുടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.